മീശപ്പുലിമലയിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പം സൈലന്റ് വാലിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ആയിരുന്നില്ല. ഇവിടെ എന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടൊക്കെ കുറെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ കട്ട് ചെയ്തു. പക്ഷെ ഇവിടുത്തെ ഭംഗി ഇപ്പോഴും അതുപോലെയൊക്കെ തന്നെ ഉണ്ട്. നല്ല അടിപൊളി പ്ലേസ് ആണ്. ഞങ്ങൾ ഇന്ന് റോഡോ മാൻഷനിലാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അവിടെ പോയി സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ മീശപ്പുലിമലയ്ക്ക് കയറാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്നിങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ നല്ല മഴയായിരുന്നു. ഇനിയിപ്പോൾ രാത്രി എങ്ങനെയാണെന്ന് അറിയില്ല. രാവിലെ നമുക്ക് ക്ലൈമറ്റ് ഒക്കെ നോക്കിയിട്ട് കയറാം. എന്തായാലും റോഡോ മാൻഷന്റെ വിശേഷങ്ങളും മീശപ്പുലിമലയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. നമ്മൾ വന്ന വണ്ടി മൂന്നാറിലെ KFDC ഓഫീസിൽ നിർത്തിയിട്ട് അവിടെ നിന്നൊരു ഓഫ് റോഡ് ജീപ്പിലാണ് നമ്മൾ റോഡോ മാൻഷനിലേക്ക് പോകുന്നത്. KFDC ഓഫീസിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്ററിന് അടുത്തുണ്ട് റോഡോ മാൻഷനിലേക്ക്. 1.5 മണിക്കൂറൊക്കെ നമുക്ക് ട്രാവലിംഗ് ടൈം എടുക്കാറുണ്ട്. ഇനി അങ്ങോട്ട് ഓഫ് റോഡാണ്. ഒരു 20 കിലോമീറ്റർ ഈ റൂട്ടിൽ നമുക്ക് ഓഫ് റോഡാണ് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ വണ്ടിയിൽ ഇങ്ങോട്ട് വരാൻ പറ്റാത്തത്. ഞങ്ങൾ ബേസ് ക്യാമ്പിലെത്തി. ഇവിടെ നിന്ന് 1/2 മണിക്കൂറും കൂടി നമുക്ക് റോഡോ മാൻഷനിലേക്ക് യാത്ര ചെയ്യാനുണ്ട്. ഇത് ബേസ് ക്യാമ്പിലെ ഡൈനിങ് ഏരിയ ആണ്. മഴക്കാലത്തൊക്കെ ക്യാമ്പ് ഫയർ നടത്തുന്നത് ഇവിടെയാണ്. ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ID പ്രൂഫ് ഒക്കെ കാണിച്ച് ഇവിടെ നിന്നായിരുന്നു ചെക്ക് ഇൻ ചെയ്യേണ്ടത്. ഇതാണ് ബേസ് ക്യാമ്പ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാം കേട്ടോ. ഇവിടെ ടെന്റ് ഓപ്ഷൻ ആണുള്ളത്. ഒരു ടെന്റിൽ 2 പേർക്ക് താമസിക്കാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. ഞങ്ങളിതേ റോഡോ മാൻഷൻ എത്തി. നമുക്ക് ഇനി ഇവിടെ നിന്നാണ് മീശപ്പുലിമല ട്രക്കൊക്കെ ചെയ്യേണ്ടത്. ഇന്ന് നമ്മൾ ചെയ്യുന്നില്ല, നാളെ രാവിലെയാണ് ചെയ്യുന്നത്. ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ ആംബിയൻസ് ഒന്ന് നോക്കി. എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല. ചെറുതായിട്ട് മഴയും മഞ്ഞൊക്കെ ചാറുണ്ട്. ഇപ്പൊ ഈ സമ്മറിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ക്ലൈമറ്റ്. നല്ല തണുപ്പുണ്ട്. ഞങ്ങളെല്ലാരും വന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തണുത്തിട്ട് നിൽക്കുകയാണ് ഇവിടെ. വൈകുന്നേരത്തെ ചായ കുടിച്ച് വന്നപ്പോഴേക്കും നല്ല മഴ തുടങ്ങി. പിന്നെ അങ്ങോട്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. നല്ല മഴയായിരുന്നു. നമ്മൾ മീശപ്പുലിമല ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നിപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ഒക്കെയാണ്. ആദ്യം നമ്മൾ സൺറൈസ് പോയിന്റിലുള്ള മലയിലേക്കാണ് കയറാൻ പോകുന്നത്. അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഞങ്ങളുടെ ഈ ട്രിപ്പിൽ ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ ഫാമിലിയും കൂടി ഉണ്ട്. രോഹിതേൻ്റെ അച്ഛനും അമ്മയും സിസ്റ്ററും സിസ്റ്ററിൻ്റെ ഹസ്ബൻഡും പിന്നെ കുട്ടികളും കൂടി കൂടെ ഉണ്ട്. ഇന്ന് ഞങ്ങൾ ട്രക്ക് ചെയ്യാനും എല്ലാവരും തന്നെ ഉണ്ട്. അച്ഛൻ മാത്രം വരുന്നില്ല, റൂമിലിരിക്കുകയെന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം കയറുന്ന ഈ മലയാണ് സൺറൈസ് പീക്ക്. ഇതിന്റെ മുകളിൽ കയറിയാൽ നമുക്ക് നല്ലൊരു സൺറൈസ് കാണാൻ പറ്റും. ഇന്ന് പക്ഷെ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ സൺറൈസ് മലയിലെത്തി. ഇവിടെ വരെ ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ കയറി. ഞങ്ങൾ പിന്നെ ഫാമിലിയുടെ ഒപ്പം വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും കണ്ടീഷനും കൂടി നോക്കിയിട്ടാണ് ഇനി മുന്നോട്ട് പോവുക. ഇന്ന് ആക്ച്വലി നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ വന്നപ്പോൾ സണ്ണ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അടിപൊളിയാണ്. നല്ല വെയിലും ചെറിയൊരു തണുപ്പുണ്ട്. അങ്ങനെ വലിയ തണുപ്പൊന്നുമില്ല. ലാസ്റ്റ് ടൈം ഞങ്ങൾ ഫെബ്രുവരിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് നല്ല തണുപ്പായിരുന്നു. ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ കൈയൊക്കെ മരവിച്ച് ആകെ നല്ല തണുപ്പായിരുന്നു. ഇന്നിപ്പോൾ അത്ര തണുപ്പൊന്നുമില്ല. നല്ലൊരു ക്ലൈമറ്റാണ്. നമ്മൾ ഈ ഒരു മലയിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ വരെ എല്ലാവരും വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. താഴേന്ന് ഇപ്പോൾ ഡേ പാക്കേജ് എടുത്ത് വരുന്നവരുണ്ടാവും, ബേസ് ക്യാമ്പിൽ സ്റ്റേ ചെയ്തവരൊക്കെ ഉണ്ടാവും. എല്ലാവരും ഈ മല എത്തിയതിന് ശേഷമാണ് നമ്മുടെ ഗൈഡിങ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. പിന്നെ എനിക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് തോന്നുകയാണ്, കയറാൻ ബുദ്ധിമുട്ട് തോന്നുകയാണ്, തീരെ പറ്റില്ലെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഈ ഒരു മലയിൽ നിന്ന് വേണം താഴേക്ക് പോകാൻ. ഇത് കഴിഞ്ഞാൽ റിട്ടേൺ പോകാൻ പറ്റില്ല. നമുക്ക് ഫുൾ ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ നടന്നൊക്കെ അത്യാവശ്യം പരിചയമുള്ളവരൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു ട്രക്കായത്. അത്ര വലിയ ഡിഫിക്കൽട്ട് ഒന്നുമല്ല. നമുക്ക് കുറച്ചൊരു ടയറിങ് ആയിട്ട് തോന്നും, പക്ഷെ എന്നാലും നമുക്കിത് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഇതാ കാണുന്ന ബിൽഡിംഗ് ആട്ടോ റോഡോ മാൻഷൻ. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഫുള്ള് ഇവിടെ വരെ കയറി വന്ന്
സൺറൈസും കണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇന്നിപ്പം അത്യാവശ്യം നല്ലൊരു ക്രൗഡുണ്ട്. ഞായറാഴ്ചയാണ്, അതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ കയറാറുണ്ട്. ബേസ് ക്യാമ്പിൽ നിന്നും കുറേ പേരുണ്ട്, ഡേ പാക്കേജൊക്കെ എടുത്ത് കുറേ പേരുണ്ട്. ഇന്നെന്തായാലും നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് വ്യൂ ഒക്കെ അടിപൊളിയായിട്ട് ആസ്വദിക്കാം. ആൾക്കാരൊക്കെ എൻഡിലൊന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ വന്ന സ്ഥലത്ത് നിന്ന് തന്നെയാണ് താഴേക്ക് ഇറങ്ങുന്നത്. കാരണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്തായാലും ഞങ്ങളുടെ ഫാമിലിയൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് പോവാം. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇതാ ആ കാണുന്ന മലയാണ് നമ്മൾ ഇനി കയറി പോകാൻ പോകുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഇനി താഴേക്ക് ഇറങ്ങി ചെറിയൊരു കുന്ന് കയറിയിട്ടാണ് ഇനി ആ മലയിലേക്ക് കയറാൻ പോകുന്നത്. ആ പിന്നിൽ കാണുന്ന മലയാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നത്. ആ ഇറങ്ങാൻ കുറച്ച് പ്രശ്നം തന്നെ കേട്ടോ. ഞങ്ങൾ കാലൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം വെക്കാൻ. ഞങ്ങളെല്ലാവരും ഇറങ്ങി ഇനിയിപ്പം അടുത്ത മല കയറാം. അപ്പോൾ ആൾക്കാർ ഇറങ്ങി വരുന്നത് കൊണ്ട് എന്താ ആ മലയിലേക്ക് കുറേ പേര് കയറി പോയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കുന്നാണ് കയറാനുള്ളത്. നമ്മൾ കയറുന്നതിന് മുമ്പ് ഇവിടെ വെള്ളം ഒഴുകി പോകുന്ന ചെറിയൊരു അരുവിയുണ്ട്. നമ്മളതേ അതിൻ്റെ ടോപ്പിൽ നിന്നാണ് ഇറങ്ങിയത്. അതായിരുന്നു സൺറൈസ് മല. നമുക്കിത് നാച്ചുറൽ ഹാബിറ്റാറ്റിൽ ആരെ കിട്ടിയെന്ന് നോക്കി. നീലഗിരി താറിന് നമുക്ക് വരയാട്ടിൻ്റെ സൈറ്റും കിട്ടിയിട്ടുണ്ട്. അത് ഇരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് നോക്കി. അതിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടാണ് ശരിക്കും ഹൈലൈറ്റ്. നോക്കി വീഴില്ലേ? ഈ വരയാടുകൾ നിൽക്കുന്ന ഭാഗത്ത് പുല്ലിൻ്റെ ഇടയ്ക്ക് കാണുന്ന ചെടികളൊക്കെ നീലക്കുറിഞ്ഞിൻ്റെ ചെടികളാട്ടോ. ഈ ഭാഗത്ത് നമുക്ക് നീലക്കുറിഞ്ഞിൻ്റെ ചെടികളും പിന്നെ റോഡോഡൻഡ്രോൻ്റെ ചെടികളൊക്കെ ഇടയ്ക്കിടയ്ക്കായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ ക്യാമറ മിസ് ചെയ്തു. ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു വിഷ്വൽസൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് എടുക്കാൻ സാധിക്കുമായിരുന്നു. ക്യാമറ എടുത്ത് ട്രെക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ക്യാമറ എടുത്ത് നമുക്ക് ട്രെക്ക് ചെയ്യാനൊക്കെ പറ്റും, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ കുട്ടികൾ കൂടെ ഉള്ളത് കൊണ്ടും പിന്നെ ഇവിടെ ലാസ്റ്റ് 2 ദിവസമൊക്കെ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ക്യാമറ എടുക്കാൻ നിന്നില്ല. ഞാനീ പറയുന്നത്
വൈൽഡ് ലൈഫൊക്കെ ചെയ്യുന്നവർക്ക് ഒന്നും കൂടി നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ ക്യാമറ ഒന്നും ഇല്ലാതെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ നല്ല സൈറ്റിങ് കിട്ടും. നമ്മുടെ ഈ മീശപ്പുലിമലയിലും പിന്നെ ഇരവികുളം നാഷണൽ പാർക്കിലൊക്കെയാണ് നമുക്ക് ഈ വരാടികളെ ഇത്ര അടുത്ത് കാണാൻ സാധിക്കുന്നത്. മറ്റു സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ പ്രസൻസ് അറിഞ്ഞ ഉടനെ തന്നെ അവരവിടെ നിന്ന് മാറിപ്പോകും. ഇവർ ഡെയിലി ആൾക്കാരെ കണ്ട് ഇവർക്കിപ്പം നല്ലപോലെ പരിചയമായിട്ടുണ്ട്. അതാണ് നമ്മളിത്ര അടുത്ത് നിന്നിട്ടും അവർക്കങ്ങനെ വലിയ മൈൻഡൊന്നും ഇല്ലാത്തത്. ഞങ്ങളിവിടെ എത്തിയപ്പം ഈ വരാടികളൊക്കെ കുറച്ച് ദൂരെ മാറി നിൽക്കുകയായിരുന്നു. പിന്നീട് കുറച്ച് ആൾക്കാരൊക്കെ മുന്നോട്ട് പോയി ഇവിടുത്തെ തിരക്കൊക്കെ കുറഞ്ഞപ്പോഴാണ് ഇവർ ട്രക്കിംഗ് റൂട്ടൊക്കെ ക്രോസ് ചെയ്ത് ഈ ഒരു ഭാഗത്ത് വന്ന് നിന്നത്. ഇവിടെ വന്നപ്പോൾ നമുക്ക് ഒന്നും കൂടി അടുത്ത് നിന്ന് കാണാൻ പറ്റി. അങ്ങനെ വരാടിനോടൊക്കെ ബൈ പറഞ്ഞ് ഞങ്ങളിവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് ഈ രണ്ട് വരാട് തമ്മിൽ ചെറിയൊരു ഫൈറ്റ് കണ്ടത്. ഇതങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഫൈറ്റൊന്നും അല്ല കേട്ടോ. ഇവർ പൊതുവെ ഫൈറ്റ് ചെയ്യുന്നത് ഈ റെട്ടിംഗ് സീസണിലൊക്കെയാണ്. മേറ്റിങ്ങിന് വേണ്ടിയും ഡോമിനൻസിന് വേണ്ടിയൊക്കെ ഇവരിങ്ങനെ തല്ലിവിടുന്ന കാണാറുണ്ട്. ഇതിപ്പം അങ്ങനെ സീരിയസ് ഒന്നുമല്ല. നമ്മൾ ഈ ആനക്കൂട്ടത്തിലൊക്കെ ചെറിയ കുട്ടിക്കൊമ്പന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തല്ലിവിടുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ ചെറിയൊരു ഫൈറ്റ്. കേരളത്തിൽ ഒരു ട്രക്ക് ചെയ്തിട്ടില്ലെങ്കിലും ഈ മീശപ്പുലിമല ട്രക്ക് എന്തായാലും ചെയ്യണം. നിങ്ങൾക്ക് നടക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു ട്രക്കാണിത്. ഇതിൻ്റെ ലാൻഡ്സ്കേപ്പാണ് മെയിൻ ഹൈലൈറ്റ്. നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന വ്യൂ ഒരു രക്ഷയില്ല. എവിടെ നോക്കിയാലും ഫ്രെയിമാണ്. എല്ലാം നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഞങ്ങളുടെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ മനസ്സിലാവും. ഞങ്ങളതിൽ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറഞ്ഞു. ആക്ച്വലി വിചാരിച്ചത് ശരിക്കും ഞങ്ങൾ മൺസൂണിൽ വരണമെന്നായിരുന്നു. ഇതിപ്പോൾ ഞങ്ങളൊപ്പം ഫാമിലി ഉണ്ട്, അതാണ് ഈ ഒരു ടൈം ചൂസ് ചെയ്തത്. ഒരു അമ്മമ്മയും അച്ഛമകൾ ട്രക്കിംഗ് ടൂ ആണ് നിങ്ങളീ കാണുന്നത്. രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ്, ഫുൾ എനർജിയിലാണ്, ഭയങ്കര എക്സൈറ്റഡുമാണ്. നമ്മളിന്ന് മൊത്തം 9 മല കയറി ഇറങ്ങുന്നുണ്ട്. അതിൽ 8ാമത്തെ മലയാണ് മീശപ്പുലിമല. 9ാമത്തെ മല നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ കയറുന്ന ഒരു മലയാണ്. ഇതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നാൻ ചാൻസ് ഉള്ള മല ഏറ്റവും ആദ്യത്തെ സൺറൈസ് പീക്കും പിന്നെ നമ്മൾ ലാസ്റ്റ് കയറുന്ന മീശപ്പുലിമലയാണ്. ഈ ഒരു ട്രക്ക് നമുക്ക് ശരിക്കും മോഡറേറ്റ് ലെവൽ ട്രക്കാന്ന് പറയാം. പിന്നെ നിങ്ങൾ അത്യാവശ്യം ട്രക്കൊക്കെ ചെയ്ത് നടന്ന് നല്ല പരിചയമൊക്കെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ശരിക്കും ഒരു ഈസി ട്രക്കായിട്ട് തന്നെ തോന്നുള്ളൂ. നമ്മളിപ്പം 4 മല കയറി ഇറങ്ങി. ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല. വെയിലൊക്കെ ചെറുതായിട്ടായി വരുന്നതേ ഉള്ളൂ. നല്ല വെയിലെത്തുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും ടോപ്പിലെത്താൻ ശ്രമിക്കാം. ഈ മീശപ്പുലിമല കേരളത്തിലെ ഏറ്റവും ഹയസ്റ്റ് ട്രക്കബിൾ പാത്താണ്. നമുക്ക് ട്രക്ക് ചെയ്ത് എത്താൻ പറ്റുന്ന ഏറ്റവും ഹൈറ്റ് ഈ മീശപ്പുലിമലയാണ്. പിന്നെ നമ്മുടെ ഫസ്റ്റ് ഹയസ്റ്റ് പീക്ക് അറിയാലോ, ആനമുടിയാണ്. അങ്ങോട്ടിപ്പം ട്രക്കിംഗ് അലൗഡ് അല്ല. ഭയങ്കര രസമാണ് ഇവിടെ നിന്നുള്ള വ്യൂ. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കേണ്ടി വരും. എന്നാലും പറയാതെ ഇരിക്കാൻ വയ്യ, കാരണം അത്രയ്ക്ക് രസമാണ്.
ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒരു സംശയമായിരുന്നു ഫാമിലിയായിട്ടൊക്കെ കയറുമ്പം പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ ആദ്യത്തെ മല കയറിയപ്പോൾ എല്ലാവരും ഒന്ന് ടയർഡായിട്ടോ. അപ്പം ഒരു 50-50 മനസ്സിലായിരുന്നു. പിന്നെ പറഞ്ഞ എന്തായാലും ഇവിടം വരെ എത്തിയതല്ലേ നമുക്ക് നടക്കാമെന്ന്. പിന്നെ ഇറങ്ങിയപ്പോൾ കുട്ടികളൊക്കെ ഫുൾ എക്സൈറ്റഡ് ആയി, അവർ ഹാപ്പിയായി. പിന്നെ ഇപ്പം അത്യാവശ്യം എനർജിയിൽ നടക്കുന്നുണ്ട്. ഫാമിലിയുടെ ഒപ്പം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ സമയം പോയതൊന്നും കൂടി അറിയുന്നില്ല. അവരായതുകൊണ്ട് ഫുൾ എൻജോയ്മെൻറ്റിൽ ഇങ്ങനെ നടക്കുക. നമ്മൾ ടയർഡാവുന്നത് പോലും അറിയുന്നില്ല. പിന്നെ അവരുടെ പേസിലും കൂടിയാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്തൊക്കെ പോകാൻ അത്യാവശ്യം സമയത്തിലാണ് പോകുന്നത്. കുറേ ആൾക്കാർ നമ്മുടെ ബാക്കിൽ ഇപ്പം നടന്നു വരുന്നതേ ഉള്ളൂ. ദൂരെയാ കാണുന്നത് സൺറൈസ് പീക്കിന് ശേഷമുള്ള മലയാണ്, രണ്ടാമത്തെ മല. അവിടെ നിന്നാണ് ഇപ്പൊ അവർ നടന്നു വരുന്നത്. ആ നടുക്കിൽ കാണുന്ന മലയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ നമ്മളിതേ ആ മല കയറി ഈ മലയും കയറി ഇതിലൂടെ വന്നിപ്പോൾ ഈ മലയിലാണ് നിൽക്കുന്നത്. 4 മല കയറിയപ്പം 5ാമത്തെ മലേൻ്റെ ടോപ്പിലാണ് നിൽക്കുന്നത്. ഇനിയും കയറാനുണ്ട്. ഇവിടെ മീശപ്പുലിമലയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനായിട്ട് 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് നമ്മൾ വീഡിയോൻ്റെ തുടക്കത്തിൽ കണ്ട ബേസ് ക്യാമ്പ്, അവിടെ ടെൻ്റാണുള്ളത്. അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു സ്കൈ കോട്ടേജും ഉണ്ട്. പിന്നെയുള്ള ഓപ്ഷനാണ് റോഡോ മാൻഷൻ. ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് റോഡോ മാൻഷനിലാണ്. പാറ പോലെ കണ്ടിട്ട് തോന്നിയത് അന്ന് അടുക്ക് ഒറ്റയ്ക്കണേ അല്ല ചേട്ടാ. വഴിയിലൂടെ നടക്കും. അതിൽ കൂടെ അല്ല, വഴിയിലൂടെ നടക്കണം, അല്ലെങ്കിൽ നമ്മൾ എത്തില്ല. ഇങ്ങോട്ട് 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 വെയിറ്റ് ചെയ്യൂ. ഞാൻ വേണ്ടി കയറ്റി തരാം. അതെ, ഈ ഒരു ട്രെക്കിൽ നമ്മൾ അധികവും കാണുന്നത് മെഡോസ് ആണ്. നമ്മുടെ ട്രെക്കിന്റെ തുടക്കം മുതൽ നമ്മൾ നടക്കുന്നതൊക്കെ മെഡോസിലൂടെയാണ്. പിന്നെ ഇടയ്ക്ക് നമ്മൾ നടക്കുന്നതിന്റെ സൈഡിലായിട്ട് നമുക്ക് ഷോള ഫോറസ്റ്റിന്റെ പാച്ച് കാണാം. ഇത് ആ കാണുന്നതൊക്കെ ഷോള ഫോറസ്റ്റ് ആണ്. പിന്നെ നമ്മൾ ട്രെക്കിന്റെ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും നടക്കാൻ പോകുന്നത് പൈൻ പ്ലാന്റേഷനിലൂടെയാണ്.
നമ്മളത് ഫൈനൽ മല എത്തി. നമ്മളിതും കൂടി കയറി കഴിഞ്ഞാൽ വിഷപ്പുലിമലയുടെ ടോപ്പിലെത്തും. പിന്നെ ആ ലാസ്റ്റ് മല കയറാൻ പോവാണ്. ഈ മലയുടെ ടോപ്പിലെത്തിയാൽ നമ്മൾ വിഷപ്പുലിമലയായി. ഈ മലയും അത്യാവശ്യം കുറച്ച് കുത്തിനുള്ള മലയാണ്. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ടോപ്പിലെത്തി. അപ്പം അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാം. കൈ പിടിച്ചു വേണം. ഇവിടെ ഇവിടെ മുന്നിൽ കാല് വെക്കൂ. ഇത് ഭയങ്കര സ്കിഡി സ്റ്റെപ്സ് ആണ്. സ്റ്റിക്ക് അമ്മക്ക് കൊടുത്തു കുറച്ച് നേരത്തേക്ക്. നമുക്ക് അമ്മ ഞങ്ങളങ്ങനെ 7 മലകൾ കയറി ഇറങ്ങി 8ാമത്തെ മലയായ മീശപ്പുലിമലേൻ്റെ ടോപ്പിലെത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ശരിക്കും വേറൊരു ഫീൽ തന്നെ കേട്ടോ. മീശപ്പുലിമല സൗത്ത് ഇന്ത്യയിലെ സെക്കൻഡ് ഹൈസ്റ്റ് പീക്കാണ്. ഇതിന്റെ ഹൈറ്റ് വരുന്നത് 8660 ഫീറ്റാണ്. ഏറ്റവും ഹൈയസ്റ്റ് പീക്ക് ശരിക്കും ആനമുടിയാണ്. ആനമുടിയിലേക്ക് നമുക്ക് ട്രക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. നമ്മളിപ്പം സൗത്ത് ഇന്ത്യയിലെ ഹയസ്റ്റ് ട്രക്കബിൾ പാത്തിലൂടെയാണ് ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ മീശപ്പുലിമലയുടെ ടോപ്പിലെത്തി. നമ്മൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇവിടെ ട്രക്ക് ചെയ്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ പിന്നെ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് ചുറ്റുമുള്ള വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. താഴെ ആ ഭാഗത്തായിട്ട് ആനറങ്ങൽ ഡാമൊക്കെ കാണാം. പിന്നെ മൂന്നാറിൻ്റെ ഗ്യാപ്പ് റോഡിൻ്റെ ഒക്കെ നല്ലൊരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അവിടെ കാണുന്ന ടീ പ്ലാന്റേഷനാണ് നമ്മുടെ കൊളുക്കുമല ടീ പ്ലാന്റേഷൻ. അവിടെയാണ് കൊളുക്കുമല. പിന്നെ അവിടെ നിന്ന് കുറച്ച് മാറി ഒരു ചെറിയ ഭാഗം മാത്രം കാണുന്ന മലയാണ് ബോസ് പീക്ക്. അവിടെ കാണുന്ന തേയിലത്തോട്ട് ആ കാണുന്നതൊക്കെയാണ് എല്ലപ്പെട്ടി. അതിന്റെ ബാക്കിലുള്ളത് വട്ടവട. അങ്ങനെ കുറച്ചു നേരം മീശപ്പുലിമലേൻ്റെ ടോപ്പിൽ സ്പെൻഡ് ചെയ്ത് ഞങ്ങളിനി തിരിച്ചിറങ്ങാൻ പോവാണ്. തിരിച്ചിറങ്ങുന്നത് വേറൊരു റൂട്ടിലൂടെയാണ്. ഇനി ഞങ്ങൾക്ക് അധികം മലയൊന്നും കയറി ഇറങ്ങാനില്ല. ഒരൊറ്റ മല കയറിയാൽ മതി. പിന്നെ നമ്മളിപ്പോൾ ഈ ഇറങ്ങുന്ന ഇറക്കം ഇത് കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമാണ്. വളരെ ശ്രദ്ധിച്ച് വേണം ഇറങ്ങാൻ. പിന്നെ ഇപ്പം കഴിഞ്ഞ 2 ദിവസം നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ഈ വഴിയൊക്കെ നല്ല സ്ലിപ്പറി ആയിട്ടുണ്ട്.
കാണുന്നതൊക്കെ റോഡോഡെൻഡ്രോന്റെ മരങ്ങളാണ്. ഇതൊക്കെ കുറേ വർഷം പഴക്കമുള്ള മരങ്ങളാണ്. ഈ ഒരു മരത്തിൽ മാത്രം നമുക്ക് 2 പൂ കാണാൻ പറ്റി. നിങ്ങൾ ഫെബ്രുവരി മാർച്ചിലൊക്കെ വരുന്നെങ്കിലുണ്ടല്ലോ ഇവിടെ നിറയെ പൂക്കളുണ്ടാവും. നിങ്ങൾ വരുന്ന സ്ഥലത്തൊക്കെ കണ്ടില്ലേ റോഡോഡെൻഡ്രോന്റെ മരങ്ങൾ, അവിടെയൊക്കെ നിറയെ പൂക്കളൊക്കെ ആയിട്ട് നല്ല റെഡ് കളർ പൂക്കൾ നല്ല ഭംഗിയായിരിക്കും. ഹലോ എങ്ങനെ വരും? അതുകൂടെ ഞാൻ ചവിട്ടുന്നു. ചവിട്ടി വരുമ്പോ പറ്റുമോ? അതുകൊണ്ട് അമ്മ പോണ്ട്. വൈബ്രേഷൻ ഒന്നുകൂടി ചാട്ടെ. ഇതുണ്ടില്ലേ ഞങ്ങൾ ഈ നിൽക്കുന്ന ഭാഗം ശരിക്കും ചതുപ്പാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ ഈ ജമ്പ് ചെയ്യുമ്പോൾ ചുറ്റും നമുക്ക് വൈബ്രേഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളത് കഴിഞ്ഞ് ലാസ്റ്റ് മലയാട്ടോ കയറാൻ പോകുന്നത്. ഈ ഒരു മലയും കൂടി നമുക്ക് ഇനി കയറാനേ ഉള്ളൂ. ശരിക്കും താഴേക്ക് നമ്മൾ തിരിച്ചിറങ്ങുമ്പം ഈ ഒരു മല മാത്രമേ ഉള്ളൂ നമുക്ക് കയറാനായിട്ട്. ബാക്കിയൊക്കെ നിരപ്പായ സ്ഥലവും പിന്നെ ആദ്യം കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഇറക്കമുണ്ട്. പിന്നെ തിരിച്ചു പോകാൻ സുഖമാണ് ആക്ച്വലി. ഈ ഒരു മല മാത്രം കയറി കഴിഞ്ഞാൽ നമുക്കത്ര വലിയ കുഴപ്പമില്ല. അതെ, അത്ര മോട്ടിവേഷൻ ഒന്നും എനിക്ക് വേണ്ട. ആ ടോപ്പിൽ നിന്നാണ് നമ്മളിപ്പം ഇറങ്ങി ഇവിടം വരെ വന്നിരിക്കുന്നത്. അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളൊരു കയറ്റാട്ടോ ഇത്. നമ്മളിപ്പോൾ കയറിയ മലയിൽ നമ്മൾ സ്റ്റേ ചെയ്ത റോഡോ മാൻഷൻ കാണാം. എന്താ ദൂരെ കാണുന്ന ബിൽഡിംഗ് കണ്ടോ ഇടയിലായിട്ട്? അതാണ് നമ്മൾ താമസിച്ച റോഡോ മാൻഷൻ. നമുക്ക് ഇനി അവിടെ വരെ എത്തണം. ഇപ്പോഴേ വെയിൽ അത്യാവശ്യം ഹാഷായിട്ടുണ്ട്. ഇപ്പം നടക്കുമ്പോൾ നല്ലപോലെ ഡ്രെയിൻ ആവുന്നുണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ കൊണ്ടുവന്ന വെള്ളമൊക്കെ അത്യാവശ്യം കഴിഞ്ഞു. ആകാശത്തുനിന്ന് ഇറങ്ങി വരുന്ന പോലെയാ. ഇവിടെ ഒരു പൈസ ഒക്കെ സംഭവിക്കണ്ടായിരുന്നില്ല. ദൂരെയായിട്ട് ചെറുതായിട്ട് നമുക്ക് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം കാണാം. ആക്ച്വലി സ്റ്റേ ചെയ്യുന്ന സ്ഥലം കാണുമ്പോൾ നമുക്ക് ഇനി ഇത്ര നടക്കാണ്ടോ എന്ന് തോന്നുന്നത്. പക്ഷെ മനസ്സ് നമ്മൾ ആ മല ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര കാര്യമായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ എത്തും. ആ പോകുന്ന ടീമിനെ കണ്ടാൽ തോന്നുമോ മീശപ്പുലിമല ഫുള്ള് നടന്ന് കയറി. കുറേ പേര് ഫാമിലിയൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വരുന്നോ വേണ്ടെന്നുള്ള ഡൗട്ടിലൊക്കെ ഉണ്ടാവും. ആക്ച്വലി കുറച്ച് നടക്കുക വെച്ചാൽ അവർ നമ്മളെക്കാട്ടും എനർജിയിൽ നടക്കും. പിന്നെ നമ്മൾ കുറച്ച് മോട്ടിവേഷനൊക്കെ കൊടുക്കുക, അവർക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ കഴിക്കാനും കുടിക്കാനുള്ളതൊക്കെ കൊടുക്കുക. പിന്നെ നമ്മുടെ ഒപ്പം അങ്ങനെ നടന്നോളും. അവർ ആക്ച്വലി ഭയങ്കര എൻജോയ് ചെയ്താണ് പോകുന്നത്. അവർ ചാഴ് മറിഞ്ഞ് കാണുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയൊക്കെ ഭയങ്കര രസമായിട്ടാണ് പോകുന്നത്. ആക്ച്വലി കുട്ടികളെ ഞങ്ങളുടെ ഒപ്പം ഉള്ളതുകൊണ്ട് ഞങ്ങൾ തന്നെ സമയം പോയത് അറിഞ്ഞില്ല. ഞങ്ങൾ സുഖമായിട്ട് കയറി ഇറങ്ങി. നമ്മുടെ ട്രക്ക് കഴിയാറാവുമ്പോൾ നമ്മൾ കുറച്ച് ദൂരം ഈ പൈൻ ഫോറസ്റ്റിലൂടെയാണ് പോകുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. നമ്മളിപ്പോൾ സ്റ്റേൻ്റെ ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട്. നമ്മൾ താമസിച്ച റോഡോ മാൻഷന്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ ഒരു പൈൻ ഫോറസ്റ്റ്. നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് സ്ട്രെച്ചിലാണ്. ഇതും കൂടി കഴിഞ്ഞ് നമ്മൾ എത്തി. നമുക്കിത് ഈ സൈഡിലായിട്ട് പൈൻ ട്രീസ് കണ്ടോ. പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തണുപ്പാണ്. ഒരു 3-4 ഡിഗ്രി ഒക്കെ കുറഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ കൂടി നടക്കുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. ട്രക്ക് ചെയ്ത് വന്ന വഴിയാണ്.
അവിടെ നമ്മൾ ചെറിയൊരു ഡീവിയേഷൻ എടുത്ത് ചെറിയൊരു ഷോർട്ട് കട്ടാണ് നമ്മുടെ സ്റ്റേയിലേക്കുള്ളത്. ഇതാ ഇവിടെയായിട്ട് നമ്മുടെ സ്റ്റേൻ്റെ കിച്ചണൊക്കെ ഉള്ള സ്ഥലമാണ്. നമ്മളെത്തി, ട്രക്ക് ഫിനിഷായി. ഞങ്ങൾ സ്റ്റേ ചെയ്ത റോഡോ മാൻഷൻ സീ ലെവലിൽ നിന്നും 8000 ഫീറ്റ് ഉയരത്തിലാണുള്ളത്. കേരളത്തിലെ ഹയസ്റ്റ് സ്റ്റേ നിലവിൽ ഈ റോഡോ മാൻഷനാണ്. നിങ്ങൾക്ക് ഇനി കേരളത്തിൽ എവിടെയും തണുപ്പ് കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഈ റോഡോ മാൻഷനിൽ വന്ന് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും തണുപ്പും നല്ലൊരു ക്ലൈമറ്റും കിട്ടും. നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ വരാടുകൾ വന്ന് നിൽക്കുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതങ്ങനെ ലക്ഷറി സ്റ്റേ ഒന്നുമല്ല, വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റേ ആണ്. ഇവിടെ പിന്നെ കറണ്ടില്ല, പകരം സോളാർ എനർജിയാണ്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും പവർ പോകാം. നിങ്ങളുടെ കയ്യിലും കുറേ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചാർജ് ചെയ്ത് കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളിവിടെ വന്ന് ഈ ആംബിയൻസും ഇവിടുത്തെ വെതറൊക്കെ എൻജോയ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ ശരിക്കും വേറെ ഒന്നിനെയും പറ്റി അങ്ങനെ നമ്മൾ ബോധറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഫുഡും ചൂടുകളൊക്കെ കിട്ടുന്നത് തന്നെ ലക്ഷറി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേ ബുക്ക് ചെയ്യണമെങ്കിൽ KFDCൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് അവിടെ നിന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു സ്റ്റേൻ്റെ ഒപ്പം തന്നെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്ന കേട്ടോ ഈ മീശപ്പുലിമല ട്രക്ക്. നമ്മളതിന് എക്സ്ട്രാ ചാർജ് ഒന്നും പേ ചെയ്യേണ്ടതില്ല. ഇവിടെയാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. ഇത് റോഡോ മാൻഷനിലെ മുകളിലുള്ള റൂമാട്ടോ. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ബാഗും കാര്യങ്ങളും വെക്കാനായിട്ട് ഒരു ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ബെഡ്റൂമാണ്. ഇത് ഡബിൾ ബെഡ്റൂം റൂം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ഒരു ഫാമിലിക്കും കിടക്കാം, അവിടെ ഒരാൾക്കും കിടക്കാം. ഞങ്ങളിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്താട്ടോ. ഇന്നലെ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ റൂമിൻ്റെ കോല ഇങ്ങനെ നടക്കുന്നത്. ഇവർ കുറച്ചും കൂടി നീറ്റായിട്ടാണ് ഞങ്ങൾക്ക് റൂമൊക്കെ തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വാഷ്റൂമും ഉണ്ട്. ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസാണ് ഉള്ളത്. ചൂടുവെള്ളമൊക്കെ കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല. നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന റോഡോ മാൻഷൻ്റെ ഈ ഒരു റൂമിലാണ്. ഇവിടെ 3 റൂംസാണ് ഉള്ളത്. ഞങ്ങൾ ഫാമിലി മൊത്തം ഇവിടെയായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ സ്റ്റേൻ്റെ അടുത്തായിട്ട് തന്നെ വരയാട് നിൽക്കുന്നത് കണ്ടോ. ഞങ്ങളിന്നലെ വന്നപ്പോൾ ഇരുട്ടായി, പിന്നെ മഴയൊക്കെ ഉണ്ടായിരുന്നു. വരാൻ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് ഇവിടെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. വന്നപ്പോഴാണെങ്കിൽ മഴ പെയ്യുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിപ്പം ലേറ്റായി എന്നാലും ജസ്റ്റ് ഇറങ്ങാൻ നേരത്തെ ഇവിടേക്ക് ഒന്ന് ഷൂട്ട് ചെയ്തത്. നമ്മളെ ജീപ്പ് ഒന്ന് റെഡിയായി നിൽക്കുകയാണ്. നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക കുറച്ച് നേരമായി. ഇവിടെയാണ് ഡൈനിങ് ഏരിയ ഒക്കെ ഉള്ളത്. ആ കാണുന്ന ബിൽഡിംഗ് ഡൈനിങ് ഏരിയ ആണ്. അതിൻ്റെ മുമ്പിൽ ആ ഹട്ട് പോലെ കാണുന്നത് നമുക്ക് ക്യാമ്പ് ഫയറിനുള്ള സ്ഥലമാണ്. അങ്ങനെ റോഡോ മാൻഷനിൽ ഒരു അടിപൊളി സ്റ്റേയും കഴിഞ്ഞ് മീശപ്പുലിമല ട്രക്കും ചെയ്ത് ഞങ്ങൾ ഇനി തിരിച്ചു പോവുകയാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.